ഹലോ അസ്സലാമു അലൈക്കും. ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നുണ്ടല്ലോ? അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു റൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പം നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ആ പച്ചരി ഉണ്ടല്ലോ, ആ ഒരു പച്ചരി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസ് ഉണ്ടാക്കുന്ന ടൊമാറ്റോ റൈസാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലാണ് ഞാനിന്ന് ചെയ്ത് കാണിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഉച്ചയ്ക്കും രാത്രിയിലും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു റൈസാണ്. പിന്നെ നമ്മുടെ മക്കൾക്കും ഈസി ആയിട്ട് കൊടുത്തയക്കാനും പറ്റും. അവർക്ക് ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു റൈസാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു കപ്പിലാണ് അളന്നെടുത്തിട്ടുള്ളത്. അപ്പോൾ 3 ഗ്ലാസ് അരി ഉണ്ട് ഇത്. അപ്പോൾ ഞാൻ ഈ ഒരു കപ്പിൻ്റെ അളവിലാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു കപ്പ് നിറയെ അരിയില്ല. അപ്പോൾ ആ ഒരു കണക്ക് നോക്കിയിട്ട് വേണം വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അരി നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെക്കുക കേട്ടോ. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് വലിയൊരു സവോളയാണ്. ആ ഒരു സവോള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ 4 പച്ചമുളക്, അതുപോലെ തന്നെ 3 തക്കാളി, വലിയ തക്കാളിയാണ്. അപ്പം 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ, കയ്യിലുണ്ടെങ്കിൽ മല്ലിയിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു റൈസ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. ഇപ്പം തക്കാളിയും പച്ചമുളകും ഒക്കെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുമല്ലോ. പിന്നെ ഞാനത് അത്യാവശ്യം വലിയൊരു കഷ്ണം ഇഞ്ചിയും അതുപോലെ 8 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കരുത്, ചതച്ച് തന്നെ എടുക്കുക കേട്ടോ. പേസ്റ്റ് ആക്കിയത് ചേർക്കണ്ട, ഒന്ന് ചതച്ച് കൊടുത്താൽ മതി. അതെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതാ കുക്കറിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം 1/2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നെയ്ക്ക് പകരം നിങ്ങൾക്ക് ഫുള്ളായിട്ടും വെളിച്ചെണ്ണ വേണമെങ്കിലും എടുക്കാം, ഫുള്ളായിട്ട് നെയ്യ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നും കൂടി ഒരു ടേസ്റ്റാണ് കേട്ടോ, നമുക്കൊരു പ്രത്യേക ഒരു സ്വാദുണ്ട്. അപ്പോൾ അത് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തു, 1/2 ടീസ്പൂൺ നെയ്യും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ളത് 5 ഏലക്ക, 5 ഗ്രാമ്പ്, 3 കഷ്ണം പട്ട, ഒരു 10 കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്, പെരുംജീരകം. അപ്പോൾ ഇതും കൂടെ നമ്മൾ ചൂടായിട്ടുള്ള ആ ഒരു നെയ്യിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ ഇട്ട് കൊടുത്തത് ചൂടായ ശേഷം നമുക്ക് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും അതുപോലെ തന്നെ പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ചോറാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തന്നെ 5 പച്ചമുളകൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ അരി എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങളുടെ ഈ ഒരു അളവുകളൊക്കെ ഒന്ന് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ സവോള നന്നായിട്ടൊന്ന് വഴന്ന് വന്നാൽ പോരാ കേട്ടോ. നമുക്കൊന്നുകൊണ്ട് മൂത്ത് കിട്ടണം കേട്ടോ, അതായത് ഈ ഒരു രീതിക്ക് കിട്ടണം. അപ്പോൾ നമ്മൾ സാധാരണ ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കൂലേ, ആ വഴറ്റിയെടുക്കുന്നതിലും കുറച്ചും കൂടെ സമയം കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അപ്പോൾ ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരും. ആ ഒരു സമയത്ത് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. സവോള വഴറ്റി വെക്കുന്നതിലും ടേസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഈ തക്കാളി ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിൻ്റെ ശേഷം ഞാനൊരു 2 സെക്കൻഡ് ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു തക്കാളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് തക്കാളി കണ്ടല്ലോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിയും കൂടി ഒന്ന് ഈ ഒരു നെയ്ക്കകത്ത് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതിൻ്റെ പച്ചച്ചൊവൊക്കെ ഒന്ന് മാറിയാൽ പോരാ കേട്ടോ. ചെറുതായി ഒന്ന് മൂത്ത് കിട്ടണം. നമുക്കൊരു മൂത്ത സ്മെല്ല് വരൂലേ, അപ്പോൾ അത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം നമുക്ക് ഇതിലേക്ക് മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്താൽ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ മാക്സിമം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വേണ്ട, കുഴപ്പമില്ല. നമ്മുടെ ചോറിന് ഒരു കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് തന്നെ ആവും കേട്ടോ. അപ്പം മാഗി ക്യൂബും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ അടിപൊളിയായിരിക്കും. അപ്പം ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ആ 2 ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് ഇതതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനിത് 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു, 1 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ, ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നന്നായിട്ട് മൂപ്പിക്കുക. നമ്മുടെ ആ ഒരു നെയ്യിൽ കിടന്നിട്ട് ഈ ഒരു പൊടി നന്നായിട്ട് മൂത്ത് അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടല്ലോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ട് ഇതുപോലെ ഇരിക്കണം. നമ്മുടെ മസാല നന്നായിട്ട് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് അരി ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചരി നമ്മൾ കഴുകി വെള്ളമൊക്കെ വാർക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ അരി ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ടാവും. അത് അങ്ങനെ തന്നെ ഉണ്ടാവണം. അമ്മ വെള്ളത്തോട് കൂടിയിട്ട് ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആദ്യം ഈ അരിയും മസാലയും കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം കേട്ടോ.
ഇപ്പം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഗ്യാസ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മസാലയും അരിയും തമ്മിൽ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ആദ്യം. അതിനുശേഷം നമുക്ക് ഒരു മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. നമ്മൾ അരി വറുത്ത് കൊടുക്കുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. 1 കപ്പിന് 2 കപ്പ് വെള്ളം എന്നുള്ള അളവിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കലക്കി കൊടുക്കണം, അതൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അതെല്ലാന്നുണ്ടെങ്കിൽ അരി ഇങ്ങനെ കട്ട പിടിച്ചിട്ടൊക്കെ കിടക്കുള്ളൂ. ഇപ്പം ഞാനിതാ 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പൊന്നൊരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ ഉപ്പിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലാണ് നമ്മൾ ചോറ് വെന്ത് വരുന്ന സമയത്ത് ചോറിൽ കറക്റ്റ് ഉപ്പ് ഉണ്ടാവുള്ളൂ. അതിനുശേഷം നമുക്ക് ആ ഒരു വെള്ളം, ആ ഒരു അരിയും വെള്ളം കണ്ട അതുപോലെ ചെറുതായിട്ടൊന്ന് തിള വന്നോട്ടെ കേട്ടോ. അതിനുശേഷം വേണം മൂടി വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു തിള വന്ന ശേഷം നമുക്കിതാ മൂടി വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതിൽ ഒരു പ്രഷർ കളയരുത് കേട്ടോ. തനിയെ അതിൻ്റെ ആവിയെല്ലാം തനിയെ പോയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി. ഒറ്റ വിസിലും പിന്നുള്ളത് നമുക്ക് ആ ഒരു ആവിയിലുമാണ് വെന്ത് കിട്ടേണ്ടത്. അപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആവും. ഇപ്പൊ ഇതാ ഒരു വിസിൽ അടിച്ചിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലുള്ള പ്രഷർ മൊത്തം പോയിട്ടുണ്ട്. അതിൽ ആവി മൊത്തം പോയതിന് ശേഷം നമുക്കിത് ഒന്ന് തുറന്നു നോക്കാം കേട്ടോ എന്താ പാടെന്ന്. അപ്പോൾ കണ്ടോ നമ്മുടെ റൈസ് ഇത് അടിപൊളിയായിട്ട് തന്നെ പാകമായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒട്ടും വെള്ളമില്ല, അതുപോലെ തന്നെ ഒട്ടും അടിക്ക് പിടിച്ചിട്ടില്ല കേട്ടോ. അതിന് ഒറ്റ വിസിൽ ഹൈ ഫ്ലെയിമിൽ നമുക്ക് വിസിലൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് താമസം എടുക്കുന്ന കുക്കറാണെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇപ്പം നല്ല വാഷറും ഒക്കെ ആയിട്ടുള്ള കുക്കറാണെങ്കിൽ അതിൻ്റെ ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ വിസിൽ വരും. അപ്പോൾ ചില കുക്കറിൽ നമുക്ക് അങ്ങനെ പെട്ടെന്ന് വിസിൽ വരുമല്ലോ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ ഒറ്റ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി ആ ആവിയിലും ഇരുന്നിട്ട് നമ്മുടെ റൈസ് ഇതാ സൂപ്പറായിട്ട് വെന്ത് ഒട്ടും വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചൂടോട് കൂടിയിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിപ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അത് നമുക്ക് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട, ഒത്തിരി സമയം കഴിഞ്ഞതിന് ശേഷം വിളമ്പിയാൽ മതി കേട്ടോ. അപ്പോൾ ഒത്തിരി ചൂടോടുക്കനെ ചെയ്യുമ്പോൾ നമുക്ക് ആ ചോറ് നന്നായിട്ട് ഉടഞ്ഞു പോകുള്ളൂ. അപ്പോൾ കണ്ട നല്ല വെന്ത് ഓവറായിട്ട് വെന്തിട്ടില്ല കേട്ടോ. ചൂടോടെ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഒരു കട്ട പിടിച്ച പോലെയൊക്കെ തോന്നുന്നില്ലേ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് നമുക്ക് വിളമ്പാം. അപ്പോൾ കണ്ടല്ലോ, ഞാനൊന്ന് അതിൻ്റെ ചൂട്, ആ കട്ടിയായിട്ടുള്ള ചൂടൊക്കെ ഒന്ന് മാറിയതിൻ്റെ ശേഷമാണ് ചോറ് വിളമ്പി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ള ഒരു റൈസാണ് നമ്മുടെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ നമ്മൾ ഡെയിലി എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഞാനിത് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ ഒരു തവണയെങ്കിലും ഈ ഒരു റൈസ് ഉണ്ടാക്കി നോക്കുക. നമുക്ക് ബിരിയാണി റൈസ് ഒന്നും അരിയൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് പച്ചരി വെച്ചിട്ടും കണ്ടാൽ ഇത് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഈസി ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയത്. നമുക്ക് മാഗി ക്യൂബ് മാത്രമാണ് നമ്മുടെ വീട്ടിൽ ഉണ്ടാവാൻ ചാൻസ് ഇല്ലാത്തതുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സംഭവങ്ങൾ ചേർത്തിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോസ് കാണുന്ന പുതുതായിട്ടുള്ള കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാൻ വേണ്ടി മറന്നു പോവല്ലേ കേട്ടോ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഈ ഒരു റൈസ് നിങ്ങൾ നിർബന്ധമായിട്ട് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തായാലും തരണം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ നല്ല ഇഷ്ടത്തോടെ തന്നെ ഈ ഒരു റൈസ് കഴിക്കും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് വല്ല കച്ചമ്പർ അച്ചാർ എന്തെങ്കിലും ആയിട്ടുണ്ടായാലും മതി കേട്ടോ. അപ്പോൾ ഇനി വേണമെങ്കിൽ ഒരു മുട്ട പുഴുങ്ങി വെച്ചാലും മതി. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.